ഏക്താര സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രാമായണത്തെ പോലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വേറൊരു കൃതി ഇല്ല തന്നെ, അല്ലേ? ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിനു പുറത്തുള്ള രാജ്യങ്ങളായ ഫിലിപ്പൈൻസ്, മലേഷ്യ, മ്യാൻമാർ, ലാവോസ്, കംബോഡിയ, തായ്ലാൻഡ് എന്നിവിടങ്ങളിലും ഇന്തോനേഷ്യയിലെ ബാലി, ജാവ തുടങ്ങിയ സ്ഥലങ്ങളിലുമെല്ലാം രാമായണമുണ്ട്. രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിവേകാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടത്. 16-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവാവതാരങ്ങളായ രാമനെയും കൃഷ്ണനെയും പ്രകീർത്തിച്ചുകൊണ്ട് അനുഭൂതി മധുരങ്ങളും ഭക്തി സാന്ദ്രങ്ങളുമായ ഒട്ടനവധി കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഭക്തിയുടെ പക്വഫലമായിരുന്നു എഴുത്തച്ഛൻ. അതെ, കൈരളിയുടെ പുണ്യം. തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പാടിക്കുന്ന രൂപത്തിലാണ് അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത്. ഇതിനു കാരണമായ ഒട്ടനവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. വാൽമീകിയുടെ ആശ്രമത്തിലുള്ള 2 തത്തകൾ മിഥിലയിൽ വന്ന് ബാലികയായ സീതയ്ക്ക് വാൽമീകി വിരചിതമായ രാമായണം പാടി കേൾപ്പിച്ചു എന്നാണ് ഒരു കഥ. ഇത് പത്മപുരാണത്തിലുള്ള കഥയാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് രചിച്ചത് എന്ന് ഒരു പക്ഷം. എന്നാൽ അങ്ങനെയല്ല. കിളിമൊഴിയുടെ ലാളിത്യവും ഹൃദ്യതയും സ്വരമാധുര്യവും സുകുമാരതയും തൻ്റെ കവിതയ്ക്കും ഉണ്ടാവണം എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവാം എന്നാണ് മറ്റൊരു പക്ഷം. ഇങ്ങനെ ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട്. അധർമ്മത്തിൻ്റെയും അകർമ്മണ്യതയുടെയും മോഹഭംഗത്തിൻ്റെയും പാതയിൽ നിന്ന് ധർമ്മത്തിൻ്റെയും കർമ്മണ്യതയുടെയും പ്രതീക്ഷയുടെയും രാജവീഥിയിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഭക്തിയും കവിതയും തമ്മിൽ അലിഞ്ഞു ചേർന്നുള്ള ഒരു ഹൃദ്യരസായനം. ധർമ്മഗ്ലാനിയിൽ നിന്നുള്ള മോചനം, പൗരുഷത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഉത്തമ സംസ്കാര പോഷണത്തിനാവശ്യമായ സന്മാർഗബോധവും തത്വചിന്തയും. അതെ, ഈശ്വരഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി, പിതൃവാത്സല്യം, സഹോദര സ്നേഹം, പത്നീധർമ്മം, ദീനാനുകമ്പ, അധർമ്മദ്വേഷം തുടങ്ങി സമൂഹ ജീവിതം സംഘർഷരഹിതവും സംസ്കാരഭദ്രവുമാക്കാൻ സഹായകമായ നിരവധി ഗുണങ്ങൾ. അഹില്യാമോക്ഷം, അഗസ്ത്യസ്തുതി, ലക്ഷ്മണോപദേശം, ജടായുഗതി, കബദ്ധഗതി, ശബരീമോക്ഷം മുതലായവ ദീപ്തിപ്രകർഷം ചുരിഞ്ഞു നിൽക്കുന്നു. സാരോപദേശവാക്യങ്ങളാൽ സമൃദ്ധം രാമായണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ക്രൗഞ്ചപക്ഷികളിൽ ഒന്ന് കാട്ടാളൻ്റെ ശരമേറ്റ് വീഴുന്നു. അതിൻ്റെ മരണവിലാപവും ഇണപ്പക്ഷിയുടെ വിയോഗ ദുഃഖവും ആദികവിയായ വാൽമീകിക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് രൂപം കൊള്ളുന്നു രാമായണം. മാ നിഷാദ എന്ന വചനം ഓർക്കുക. വള്ളത്തോൾ നാരായണ മേനോൻ പാടിയതുപോലെ കാവ്യം സുഗേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണം. കർക്കിടകം 1 മുതൽ 6 മാസക്കാലം സൂര്യനെ ഭൂമധ്യരേഖയുടെ തെക്കു ഭാഗത്തായി കാണാം. അതെ, ദക്ഷിണായനം ആരംഭിക്കുന്നു. ദക്ഷിണായനം പിതൃപ്രാധാന്യമായ കാലമാണ്. ദേവന്മാരുടെ രാത്രി. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് അവരുടെ സായം സന്ധ്യ. സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്നു. അതിവർഷവും പ്രളയവും രോഗങ്ങളും ദുരിതങ്ങളും. രാമായണ കഥകളിൽ ആറാടി
ഭഗവത് ഭക്തി മുറുകെ പിടിക്കേണ്ടുന്ന സമയം. ഓം ഹരി ഓം.